ഗാസയിൽ ഇസ്രായേലിന്റെ ഇടപെടൽ തുടരും. US മുന്നോട്ട് വെച്ച സമാധാന കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുത്താനുള്ള ചർച്ചകൾ തുടരുകയാണ്. അതിനിടയിലാണ് അതിനെ തകിടം മറിക്കുന്ന വിരുദ്ധ നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഗാസയിലെ നിയന്ത്രണം തുടരുമെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. ഗാസയുടെ ഭരണം ഹമാസിനോ ഫലസ്തീൻ അതോറിറ്റിക്കോ നൽകില്ലെന്ന പിടിവാശിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. US സമാധാന കരാർ നടപ്പിലാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച തുർക്കിയെ മാറ്റി നിർത്താനുള്ള ശ്രമത്തിലുമാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേലിനെതിരെ അതിശക്തമായ പ്രതിരോധം ഉയർത്തിയ രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. തുർക്കി സൈന്യത്തെ ഗാസയിൽ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ US-നെ അറിയിക്കുകയും ചെയ്തു. ഇവയ്ക്കൊപ്പം നിരവധി വ്യവസ്ഥകൾ ഇസ്രായേൽ US-നെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. മാത്രമല്ല ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്ന ആവശ്യത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നതിനൊപ്പം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയും ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് രണ്ടും നടപ്പിലാക്കിയാൽ മാത്രമേ ഗാസയിൽ നിന്ന് IDF-നെ പൂർണ്ണമായും പിൻവലിക്കൂ എന്നും നെതന്യാഹു വ്യക്തമാക്കി. നിലവിലെ പലസ്തീൻ ഭരണാധികാരികൾക്ക് ഗാസയിൽ സ്വതന്ത്രമായ നിയന്ത്രണം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു. വ്യത്യസ്തമായ ഒരു അതോറിറ്റിയും സർക്കാർ വേണമെന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. ബുധനാഴ്ച US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും നെതന്യാഹു ഇക്കാര്യം ആവർത്തിച്ചെന്നാണ് റിപ്പോർട്ട്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനോടും ട്രംപിന്റെ മരുമകൻ ജയേഡ് കോറി കഷ്ണറോടും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോടും ഇതേ നിലപാടാണ് നെതന്യാഹു പറഞ്ഞത്. അതിനിടെ ഗാസ സമാധാന പദ്ധതിയിൽ തുർക്കിയെ ചേർത്ത് പിടിക്കുകയാണ് അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന രാജ്യമാണ് തുർക്കി. ഗാസയിൽ തുർക്കിക്ക് ക്രിയാത്മകമായ പങ്കുണ്ടാകുമെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ പ്രതീക്ഷിച്ചതിലും നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. കരാർ നിലനിൽക്കുമെന്നാണ് ശുഭപ്രതീക്ഷയെന്ന് വാൻസ് പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചിരുന്നു. ഇതോടെ കടുത്ത ആശങ്കയിലാണ് ലോകം. പിന്നാലെ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലായി. ഇതോടെയാണ് പ്രശ്ന പരിഹാരത്തിന് വാൻസ് ഇസ്രായേലിലെത്തിയത്. രാജ്യാന്തര സേനയുടെ ഭാഗമായി തുർക്കി സേനയെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഊഷ്മളമായിരുന്ന ബന്ധം ഗാസ യുദ്ധത്തോടെയാണ് നഷ്ടമായത്. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ തുർക്കി പ്രസിഡന്റ് എർദോഗൻ വിമർശിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. തുർക്കിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഗാസ സമാധാന കരാറിന് വഴങ്ങാൻ ഹമാസ് തയ്യാറായത്. ഗാസയിലെ സമാധാന സേനയിൽ തുർക്കി ഉണ്ടാകുമെന്ന് എർദോഗൻ വ്യക്തമാക്കിയിരുന്നു.